ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു യുവർ ലവ്. അപ്പം എൻ്റെ ഈ കോലം കണ്ടാൽ തന്നെ ഏകദേശം അറിയാം ഞാനൊരു പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഒന്നുമല്ല. ഇന്നലെ രാത്രി തൊട്ടിട്ട് ഈ കണ്ടന്റിനെ പറ്റി സംസാരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ കുറേ അത് റിലേറ്റഡ് വീഡിയോസും കണ്ടപ്പോൾ ഐ തോട്ട് ഓഫ് ഡൂയിങ് ദിസ്. കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്ന്, ഞാനൊരു കൗൺസിലറാണ്, ഞാൻ ഇങ്ങനത്തെ ഒരുപാട് കേസസ് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സെക്കൻഡ് തിങ്, ഞാനൊരു വുമണാണ്. തേർഡ് തിങ്, ഞാൻ ആലോചിച്ചു വൈ ഈ ഒരു 2024 എല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നു. ഇത്ര ഓക്കെ, ഇൻട്രോ കണ്ടവർക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലെ എന്താ ടോപ്പിക് എന്നുള്ളത്. ഇപ്പം ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ്, യൂട്യൂബ്, ഈ 3 പ്ലാറ്റ്ഫോം എന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാ ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് യൂട്യൂബാണ്. ഞാൻ യൂട്യൂബിൽ ഒരുപാട് ഷോർട്ട് വീഡിയോസ്, ലോങ് വീഡിയോസ്, ഫാമിലി വ്ളോഗേഴ്സ്, ടിപ്പിക്കൽ ആയിട്ടുള്ള വീഡിയോ കണ്ടന്റ്സ് ഒക്കെ ഒരുപാട് കാണുന്ന ആളാണ്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഫാമിലിയാണ് പ്രവീൺ കൊച്ചു ഫാമിലി. ഈ കാണിച്ചു തന്നെ ഇവർ അച്ഛൻ, അമ്മ, 2 കുട്ടികൾ. അതിനുശേഷം മൂത്ത മോൻ പ്രവീൺ കല്യാണം കഴിച്ചു, മൃദുല വരുന്നു. അങ്ങനെ അവരുടെ കല്യാണം കഴിയുന്നു. സാധാരണ ഹണിമൂൺ, കറങ്ങി നടക്കൽ, ഫുഡ് കഴിക്കൽ, സാധാരണ വ്ളോഗേഴ്സിന്റെ എല്ലാ സാധനങ്ങളും ഒരു പരിപാടി കാണിക്കുന്നു. അതിനുശേഷം മൃദുല പ്രഗ്നന്റ് ആവുന്നു, അതിന്റെ വളകാപ്പ് നടത്തുന്നു, മൃദുലേനെ കൊണ്ടുവിടുന്നു, കരച്ചിലാഹ എന്താ സീൻ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇപ്രാവശ്യത്തെ മുഖ്യമന്ത്രി വല്ല ഏറ്റവും നല്ല കുടുംബത്തിലുള്ള പുരസ്കാരം കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അവരുടെ ഫാമിലിയൊക്കെ വീഡിയോന് എന്ത് സപ്പോർട്ടീവാണ്, ക്രിയേറ്റീവ് വീഡിയോന് വരെ സപ്പോർട്ട് ചെയ്യുന്നു, പ്രാങ്ക് ഒക്കെ. എന്റെ വീട്ടുകാർ എന്ത് ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാത്ത ഇൻ ദ സെൻസ് അവരെന്ത് ഇതിനൊന്നും വരാത്തേ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു, വേണ്ട, എന്താണോ ഇവിടെ അത് അതുപോലെ തന്നെ മതി എന്ന് ഞാൻ ആലോചിക്കുന്നു. ഓക്കെ ഗൈസ്, കമ്മിങ് ടു ദ പാർട്ട്. ഒരു ഫാമിലി ഭയങ്കര അടിച്ചു പൊളിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൃദുല പ്രഗ്നന്റ് ആയി. കുട്ടി വന്നതിന് ശേഷം അച്ഛനെയും അമ്മേനെയും അനിയനെയും വീഡിയോയിൽ കാണുന്നില്ല. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. ആസ് യൂഷ്വൽ ഇവർക്ക് എക്സ്പ്ലനേഷൻ തരേണ്ടി വരുന്നു. ഇവർ എക്സ്പ്ലനേഷൻ ഇടുന്ന കണ്ടന്റ് ഇടുന്നു. ആദ്യം പ്രവീൺ ഇടുന്നു, മീൻസ് ജ്യേഷ്ഠൻ ഇടുന്നു, രണ്ടാമത് അനിയൻ ഇടുന്നു. അങ്ങനെയാണ് ജ്യേഷ്ഠന്റെ അടുത്ത വീഡിയോ ഇന്നലെ വരുന്നത്. വീഡിയോ കണ്ടപ്പോൾ എക്സാക്ട്ലി ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. വീഡിയോന്റെ പീസുകൾ എടുത്ത് റിയാക്ട് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. പക്ഷെ അതിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറച്ച് സീൻസ്, കുറച്ച് ഫോട്ടോസ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ഇവിടെ കേട്ട് നമ്മുടെ വീഡിയോയിനിടയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എന്റെ വീട്ടിലാണ് നടന്നത്. ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു? അച്ഛനും ഇളയ മോനും തന്ന സമ്മാനവും 2 പേരോട് പിടിച്ചു വെച്ച് അടിച്ചത്. 2 പേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. അടിച്ച് തത്തി ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ വീടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോട്ടെ. കുഞ്ഞു വയറ്റി കിടന്നു 9 മാസം. എങ്ങനെ കിട്ടോട്ടൊക്കെ കിട്ടിയിട്ട് എന്റെ കൂടെ എന്റെ അന്യ സംസാരിച്ച് ജോലി ചെയ്ത് കൂടെ അവിടെ പോയി വെൽഡിങ്ങിന്റെ എന്തിന്റെ പണ്ടി പോയിട്ട് എന്റെ അന്യനെ പിടിച്ച് പക്ക വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ്. എനിക്ക് പറയാൻ തന്നെ അറിയില്ല ഈശ്വര. ഗാർഹിക പീഡനത്തിന് വേറെന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതാണ് സംഭവം. എന്റെ അമ്മോ, ആക്ടിങ് ആയിരുന്നു ഇവര്. പ്രവീൺ എന്തോ ചെയ്തതുപോലെ ഞാൻ തന്നെ പ്രവീണിന്റെ അക്കൗണ്ട് കയറി കമന്റ് ഇട്ട് ഇത് കേട്ടപ്പോ, ഇവരെ വീഡിയോ കണ്ട സമയത്ത്. 3 കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് പറഞ്ഞത്. ആദ്യത്തെ കാര്യം, 2ാമത്തെ കുട്ടീനോടാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് അവൻ എന്ത് ചെയ്താലും ഒന്നും പറയില്ല, മൂത്ത കുട്ടീനെ മാറ്റി കാണും എന്ന രീതിയിൽ പറഞ്ഞു. ഇതിൽ സത്യമുണ്ടോ സത്യമല്ലേ എന്നൊന്നും അറിയില്ല. എന്റെ ഒരു വിശ്വാസപ്രകാരം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെയാണ്. അല്ലാണ്ട് ഒരു കുട്ടീനെ വേറെ കണ്ണിൽ കാണുമൊന്നുമില്ല. പക്ഷേ ചിലപ്പം നമ്മൾ ഈ പണ്ട് അല്ലെങ്കിൽ പാരന്റ്സ് പോലും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ കുട്ടികളോട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇനി എനിക്കിപ്പം മതി, നീ വേണ്ട, അല്ലെങ്കിൽ ഇത് എന്റെ കൊച്ചുമോനാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഗിഫ്റ്റ്സ് 2ാമത്തെ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കും. അല്ലെങ്കിൽ 2ാമത്തെ കുട്ടി മൂത്ത കുട്ടി അടി കൊടുക്കുന്ന സമയത്ത് മൂത്ത ആളല്ലേ, അവന് 2 അടി കൊടുത്തിട്ടുണ്ട്, അവന് കാര്യം മനസ്സിലാവുമല്ലോ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആ സമയത്ത് ചിലപ്പം ആലോചിക്കുന്ന അപ്പത്തെ ഒരു ബുദ്ധിന്റെ പുറത്ത് ചെയ്യുന്ന പല കാര്യങ്ങളായിരിക്കും. പക്ഷെ ചെറിയ പ്രായത്തിലായതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഹേർട്ടാവും. ഇത് ഇവരുടെ മനസ്സിൽ പോയി അങ്ങ് രജിസ്റ്റർ ചെയ്ത് നിൽക്കും. ചിലപ്പോൾ അതിന്റെ ഇമ്പാക്റ്റ് ആയിട്ടാണോ പ്രവീൺ ഇത് പറയുന്നത് എന്ന് എനിക്കറിയില്ല. അല്ലെ ചില ഫാമിലീസിൽ 2 മക്കളെ 2ആയി കാണുന്ന രീതിയുമുണ്ട്. സോ ഇനി നിങ്ങളൊരു പാരന്റിങ് ആണെങ്കിൽ, നിങ്ങൾ ഇനി പാരന്റ് ആവാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനത്തെ കുറെ കേസസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ അതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത് ഉണ്ടോ ഇല്ലയോ, അല്ല അവന്റെ മനസ്സിൽ കുടുങ്ങിയ ഒരു കറയാണോ അവരെ കുട്ടിക്കിനെ പറയിപ്പിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം മൃദുലയും വീഡിയോയിൽ പറയുന്നുണ്ട്, മൃദുല മീൻസ് അവളുടെ വൈഫും വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ട്. 2ാമത്തെ മോൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്റെ ഹസ്ബൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര റിയാക്ഷൻ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒന്നും
നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ആൻഡ് രണ്ടാമത്തെ കാര്യം ഞാൻ അതിൽ കേട്ടത്, പെൺകുട്ടി അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ച് പെൺകുട്ടി പറഞ്ഞു. ഉപദ്രവം, അവളുടെ വസ്ത്രധാരണം, അവൾക്കൊരു ഫ്രീഡം ഇല്ലാത്ത ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ അവൾ സഹിച്ചു നിന്നു ഈ കുടുംബം അങ്ങോട്ട് അങ്ങ് സെറ്റപ്പ് ആവാൻ വേണ്ടിയിട്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദിസ്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സഹിക്കാൻ നിൽക്കുകയാണെങ്കിൽ സഹിച്ചോണ്ടിരിക്കണം ജീവിതകാലം മുഴുവൻ. അതിന് മാത്രമേ നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ കല്യാണം കഴിപ്പിച്ച് വിടുക ഇറ്റ്സ് എ പ്രോസസ്സാണ്. അത് നമ്മൾ പഠിക്കുക, ജനിക്കുക, വളരുക, പഠിക്കുക, കല്യാണം കഴിക്കുക, കുട്ടി ഉണ്ടാവുക, കുട്ടിക്ക് കുട്ടി ഉണ്ടാവുക, ഇത് ഒരു പ്രോസസ്സാണ്. അതിന്റെ ഭാഗമായിട്ടാണ്. അല്ലാണ്ട് അവര് നമ്മളെ ജീവിതകാലത്തേക്ക് അങ്ങ് ഒഴിവാക്കി വിടുകയല്ല. നമുക്ക് നല്ലൊരു ഫാമിലി റിലേഷൻഷിപ്പ് ആണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ഫാമിലി ആണുള്ളതെങ്കിൽ, നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തുറന്ന് വീട്ടുകാരുടെ അടുത്ത് പറയാം. അല്ല ഒളിച്ചോടിപ്പോയി ഒക്കെയാണ് കെട്ടുന്നതെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് ചാടിക്കെട്ടി പോകുന്നതാണ്. ഇത് വീട്ടുകാർ തന്നെ കണ്ടുപിടിച്ച് വീട്ടുകാർ ഓക്കെ ആയി കല്യാണം കഴിച്ചു തരുന്ന ഒരു അലയൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ജെനുവിനായിട്ട് നിങ്ങൾ ഫാമിലീൻ്റെ അടുത്ത് തുറന്ന് പറയാൻ ശ്രമിക്കാം. നമ്മളിങ്ങനെ സഹിക്കുന്നതിനനുസരിച്ചിട്ട് ഇപ്പൊ ചെണ്ടയിൽ ഇങ്ങനെ കൊട്ടുന്നത് പോലെ അവരിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് നമ്മളിങ്ങനെ സഹിച്ച് നിൽക്കുക എന്നല്ലാണ്ട് ഈ പ്രശ്നമൊന്നും സോൾവ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഇനിയെങ്കിലും ഞാൻ പറയാണ്, എല്ലാ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്യാം, പറ്റാത്തതാണെങ്കിൽ അതിന്റെ വഴിക്ക് വിടുക. ഓക്കെ. തേർഡ് തിങ്, എനിക്ക് ആ വീഡിയോയിൽ ഭയങ്കര ഹേർട്ടായത് ഈ കുറച്ച് സാധനങ്ങളാണ്. വയലൻസ്. ഓ മൈ ഗോഡ്, എസ്പെഷ്യലി ടു എ പ്രഗ്നന്റ് വുമൺ. ഇപ്പൊ സാധാരണ പീരീഡ്സ് എന്താണ്, പീരീഡ് സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താ നമുക്ക് തന്നെ അറിയാം. പൊതുവെ പ്രസവത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുക ഏറ്റവും വലിയ പെയിനാണ് ഒരു ലേഡീസ് ലൈക്ക് എൻകൗണ്ടർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്നത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. 9 മാസം അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ 5 ദിവസം നിൽക്കുന്ന സമയത്ത് പെൺകുട്ടീന്റെ വയറിന് ചവിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ക്രൂരമായ കാര്യമാണ് ഇവർ കാണിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതും ഒരു ലേഡി അല്ലേ, അല്ലെ അതും ഒരു അച്ഛനല്ലേ, അല്ലെ വളകാപ്പിന്റെ സമയത്ത് കടന്ന് കരഞ്ഞ അങ്കിളല്ലേ, എന്നിട്ട് എന്തൊക്കെയാണ് എന്റെ അങ്കിളെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു കം അപ്പ്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർ പറയുന്നതാണ് സ്ത്രീകൾക്കാണ് ഒരുപാട് അവസരങ്ങൾ, അല്ലെ സ്ത്രീകളുടെ കൂടെയാണ് നിയമമുള്ളത്, സ്ത്രീകൾക്കാണെല്ലാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കൂ, സ്ത്രീകൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. പകരം ഒന്നെങ്കിൽ കടന്ന് കരയുക, അല്ലെങ്കിൽ അപ്പുറത്ത് പോയി ആത്മഹത്യ ചെയ്യുക, പിറ്റേന്ന് ന്യൂസ് വരിക, അത് ചർച്ചയാവുക. അതല്ലേ എത്ര സ്ത്രീധന പീഡന ഭരണങ്ങളാണ് നമ്മൾ ഈ റീസെന്റ് നമ്മുടെ ഫ്രണ്ട് കൂടെ കടന്നുപോയ. ഏതെങ്കിലും ലേഡി ഓപ്പൺ അപ്പ് ആയോ? വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള, നോളജ് ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ദേ ഹാവ് ഇൻ ഗ്രോൺ അപ്പ്. എനിക്കതാ മനസ്സിലാവത്തെ. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ ജോബ്, നമ്മളുടെ പ്രൊഫഷൻ നമ്മൾ എത്രത്തോളം ബോൾഡ് ആക്കുന്നുണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ടാണ് ഇവരൊന്നും ഇത്ര ബോൾഡ് ആവാണ്ട് ഇതൊക്കെ ഇങ്ങനെ എൻകൗണ്ടർ ചെയ്ത് പോകുന്നതെന്നുള്ള. സോ തിങ്ക്, ബിഹേവ്, ആക്ട്. ഫൈനലി ടു ഓൾ ദ ഫാമിലി വ്ളോഗേഴ്സ്, നമ്മൾ യൂട്യൂബ് നമുക്കൊരു പാഷൻ ഉള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു മണി ഏർണിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരാളുണ്ട്. എന്നെ സംബന്ധിച്ച് ഓഫ് കോഴ്സ് ഇറ്റ്സ് മൈ പാഷൻ. എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ എൻ്റെ ഒരു ചെറിയ പ്രായം തൊട്ട് ഈ പ്രായം വരെ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും സംസാരിച്ചൊക്കെ ചെയ്യും. കുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ എൻ്റെ ഏട്ടനൊക്കെ ചോദിക്കും, ഇവർക്ക് എന്താ വട്ടാണോ? പണ്ടൊക്കെ ഇപ്പോഴും ഉള്ളത് അതാ ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ്സ് മൈ പാഷൻ. പക്ഷെ നമ്മൾ എന്ത് പാഷന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന സമയത്തും എപ്പോഴും ഒരു പ്രൈവറ്റ് ലൈഫും ഉണ്ടാവണം, ഒരു പബ്ലിക് ലൈഫും ഉണ്ടാവണം. പ്രൈവറ്റ് ലൈഫിൽ വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ലൈഫിൽ വെക്കണം. ഇപ്പൊ ഈ പ്രവീൺ കൊച്ചുവിന്റെ വിഷയത്തിൽ കമന്റ് ഇട്ട ആൾക്കാരുടെ അടുത്തൊന്നും ഞാൻ നെഗറ്റീവ് പറയില്ല. കാരണം ആസ് എ വ്ളോഗേഴ്സ് അവർ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ അവരുടെ അച്ഛന്റെയും അമ്മേന്റെയും സ്നേഹവും സന്തോഷവും ഒക്കെയാണ് കാണിക്കുന്നത്. ആ ചാനൽ കണ്ടിട്ടുള്ള ഒരാൾ പോലും പറയില്ല ഈ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള പോലും നമ്മൾ പറയില്ല. അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അതിലൊരു മാറ്റം വരുന്ന സമയത്ത്, അവരെ കാണാണ്ടാവുന്ന സമയത്ത് ഓഫ് കോഴ്സ് കമന്റ് ചെയ്യും. അതിന് നിങ്ങൾ കമന്റോളികൾ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ദിസ് ഈസ് വാട്ട് യു ഷോ. നമ്മൾ എന്താണ് കാണിക്കുന്നത് അതിന്റെ റിഫ്ലക്ഷൻ തന്നെയാണ് എനിക്ക് നമ്മളുടെ ലൈഫിലോട്ട് കിട്ടുക. ഓക്കെ, സോ ദിസ് വാസ് മൈ ഒപ്പീനിയൻ. ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയണ്ടേ, ആക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു ഐ ഹാവ് ടു സ്പീക്ക് അബൌട്ട് ദിസ്, ബിക്കോസ് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു ആശ്വാസം ഉണ്ടാവില്ല. കാരണം ഞാൻ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ മുറുമുറുത്ത് നിൽക്കുകയാണ്. അപ്പം ഞാൻ കരുതി ഐ ഹാവ് ടു സ്പീക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഗൈസ്, കലാപരിപാടി അവസാനിപ്പിക്കുകയാണ്. പണിക്ക് പോകാൻ സമയമായിരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, വണക്കം.